സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനെ പേടിച്ച് തുർക്കിയിൽ നിന്ന് അസാധാരണമായൊരു യാത്ര നടത്തിയിരിക്കുകയാണ് ട്രംപ്. ഒളിച്ച് യാത്ര നടത്തിയെന്നും പറയാം. പക്ഷേ ട്രംപ് അത് നാണക്കേട് കാരണം തള്ളിക്കളയുകയാണ്. തുർക്കിയിലേക്ക് ട്രംപ് വന്നത് ഖത്തർ സമ്മാനമായി കൊടുത്ത പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിലാണ്. പക്ഷേ തിരിച്ചുപോയതോ പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ. അങ്ങനെ തിരിച്ചു പോയപ്പോഴും ഒരു അസാധാരണമായ നടപടി വിമാനം സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഒന്നേ ഉള്ളൂ, ഇറാൻ ആക്രമിക്കുമോ എന്നുള്ള പേടി. ട്രംപ് തന്നെ നിർദ്ദേശിച്ച പ്രകാരമായിരുന്നു ഇത്തരമൊരു യാത്രയെന്നും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ ഒരു പേടി വരാൻ ഇസ്രയേൽ കൈമാറിയ ചില രഹസ്യ വിവരങ്ങളും കാരണമായി. ട്രംപിനെ തീർക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയെന്നാണ് ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചത്. അലി ഖമനയുടെ കബറടക്കത്തെ പരിഹസിച്ചും നേതാക്കളെ തട്ടുമെന്ന് പറഞ്ഞും അത്രത്തോളം ഇറാനെ പ്രകോപിപ്പിച്ചിരുന്നു ട്രംപ്. ഇറാന്റെ കൈവശമാണെങ്കിൽ ഏത് വിമാനത്തെയും തകർക്കാൻ പറ്റിയ മിസൈലുകളുമുണ്ട്. മാത്രമല്ല, ട്രംപിന്റെ വിമാനമുണ്ടായിരുന്ന അങ്കാറ, തുർക്കിയിലെ അങ്കാറ ഇറാന്റെ മിസൈൽ പരിധിക്ക് ഉള്ളിലുമാണ്. അപ്പോൾ പിന്നെ അമേരിക്ക പേടിക്കാതിരിക്കുമോ? പക്ഷേ ട്രംപ് വിമാനം മാറിയതിന് പറയുന്ന ന്യായീകരണം വിചിത്രമാണ്. പുതിയ എയർഫോഴ്സ് 1 ബ്രിട്ടനിലെ അമേരിക്കൻ സൈനികർക്ക് കുറച്ചു നേരം കാണാൻ വിട്ടുകൊടുത്തതാണ്. കൂടാതെ പഴയ വിമാനത്തിന്റെ ഓർമ്മ വന്നപ്പോൾ നൊസ്റ്റാൾജി അടിച്ച് അതിൽ യാത്ര ചെയ്തതാണ് എന്നൊക്കെയാണ് ട്രംപിന്റെ വിശദീകരണം. അതായത് താൻ ഇറാനെ പേടിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ട്രംപിന്റെ ശ്രമം. പക്ഷേ ട്രംപിന്റെ ഈ വാദമെല്ലാം പൊളിയുന്ന പുതിയ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ട്രംപും കൂട്ടരും ഇറാനെ വലിയ രീതിയിൽ പേടിച്ചുവെന്ന് ഉറപ്പിക്കാവുന്ന ആ നിർണായക വിവരങ്ങൾ വിശദീകരിക്കാനാണ് ഈ വീഡിയോയുമായി വന്നത്. വാർത്തകളുടെ ഉള്ളറിയാം. അങ്കാറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു: അവർക്ക് എന്നെ വധിക്കണം. ഇന്ന് രാവിലെയാണ് ഞാൻ ഇത് കണ്ടത്. ഞാൻ അവരുടെ എല്ലാ ഹിറ്റ് ലിസ്റ്റിലും ഉണ്ട്. ഇങ്ങനെ ട്രംപ് പറഞ്ഞത് ഇസ്രയേൽ കൊടുത്ത രഹസ്യ വിവരത്തെക്കുറിച്ചായിരുന്നു. ഇതേ ട്രംപ് തന്നെയാണ് ഇതുകൊണ്ടൊന്നും അമേരിക്ക ഇറാനെ പേടിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എയർഫോഴ്സ് 1മായി ബന്ധപ്പെട്ട് പുതിയ ന്യായീകരണം നിരത്തിയത്. പക്ഷേ സത്യാവസ്ഥ മറിച്ചാണ് എന്നാണ് പുറത്തുവരുന്ന നിർണായക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ കാര്യം, അങ്കാറയിൽ നിന്ന് പറന്നു പൊങ്ങിയതിന് പിന്നാലെ പഴയ എയർഫോഴ്സ് 1ന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തു എന്നതാണ്. ഇതോടെ വിമാനങ്ങളുടെ സഞ്ചാരം പൊതുജനങ്ങൾക്ക് പോലും നിരീക്ഷിക്കാൻ കഴിയുന്ന ഫ്ലൈറ്റ് ട്രാക്കറുകളിൽ നിന്ന് എയർഫോഴ്സ് 1 അപ്രത്യക്ഷമായി. ഇത് തീർത്തും അപൂർവമായ നടപടിയാണ്. യുദ്ധമേഖല പോലുള്ള അതീവ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് എയർഫോഴ്സ് 1 ഇത്തരമൊരു രീതി സ്വീകരിക്കാറുള്ളത്. ദീർഘനാൾ മുമ്പ് നിശ്ചയിച്ച ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്തത് അസാധാരണമാം വിധം ഉള്ള സുരക്ഷാ ഭീഷണി, അല്ലെങ്കിൽ അത്രത്തോളം അമേരിക്കൻ ഏജൻസികൾ പേടിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇതുപോലെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എയർഫോഴ്സ് 1ന്റെ ട്രാൻസ്പോണ്ടറുകൾ പൂർണ്ണമായി ഓഫ് ചെയ്ത ചില ചരിത്രപരമായ അപൂർവ സന്ദർഭങ്ങളുണ്ട്. 2003 ഇറാഖ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ ബാഗ്ദാദിലുള്ള അമേരിക്കൻ സൈനികരെ കാണാനും അവരെ പ്രചോദിപ്പിക്കാനും വേണ്ടി പ്രസിഡന്റ് ജോർജ് W. ബുഷ് അതീവ രഹസ്യമായി പോയപ്പോൾ ഇങ്ങനെ ഈ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യുകയും വിമാനത്തിൻ്റെ ലൈറ്റുകൾ പൂർണ്ണമായും കെടുത്തുകയും ചെയ്തിരുന്നു. പിന്നെ 2012 യുദ്ധമേഖലയായ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമത്താവളത്തിലേക്ക് അന്നത്തെ പ്രസിഡന്റായിരുന്ന ബാരക് ഒബാമ നടത്തിയ അപ്രതീക്ഷിതമായ സന്ദർശന വേളയിലും ഇങ്ങനെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 2018 ട്രംപിൻ്റെ ആദ്യ ഔദ്യോഗിക ഇറാഖ് സന്ദർശന വേളയിലും എയർഫോഴ്സ് 1 പൂർണ്ണമായും ഈ സ്റ്റെൽത്ത് മോഡിലേക്ക് മാറി ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് പറഞ്ഞത്. അതായത് ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള സുരക്ഷാ ഭീഷണിയിലാണ് എയർഫോഴ്സ് 1 എന്ന ഭയം അങ്കാറയിൽ നിന്ന് മടങ്ങുമ്പോഴും ട്രംപിനും കൂട്ടർക്കും ഉണ്ടായി എന്നതാണ്. എന്ന് വെച്ചാൽ ഇറാൻ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടി അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷ നോക്കുന്ന സീക്രട്ട് സർവീസിന് ഉണ്ടായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇറാന്റെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 1300 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തുർക്കിയിലെ അങ്കാറ. അവിടെയും അതിനപ്പുറവും എത്തി ആക്രമണം നടത്താൻ ശേഷിയുള്ള നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇറാന്റെ പക്കലുണ്ട്. മാത്രമല്ല, എയർഫോഴ്സ് 1 ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനമാണ് എങ്കിലും ഇറാന്റെ കൈവശമുള്ള ചില അത്യാധുനിക മിസൈലുകൾക്ക് അതിനെ തകർക്കാനുള്ള സാങ്കേതിക ശേഷിയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ റഷ്യൻ S-300 മിസൈലുകളേക്കാൾ മികച്ചതെന്ന് ഇറാൻ അവകാശപ്പെടുന്ന ബവാർ 373 പോലെയുള്ള ദീർഘദൂര വ്യോമ പ്രതിരോധ മിസൈൽ, ഫത്താഹ് പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ. അതിവേഗതയും സഞ്ചാരപഥം മാറ്റാനുമുള്ള ശേഷിയും കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച റഡാറുകൾക്ക് പോലും ഫത്താഹ് മിസൈലിനെ തടയാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം അത് തെളിയിച്ചതാണ്. എയർഫോഴ്സ് 1 വിമാനത്തിലാണെങ്കിൽ മിസൈലുകളെ വഴിതിരിച്ചുവിടാനുള്ള ഫ്ലെയറുകൾ, ലേസർ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ
എയർഫോഴ്സ് വൺ ഭീമൻ വാണിജ്യ വിമാനമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധവിമാനത്തെ പോലെ വേഗത്തിൽ തിരിഞ്ഞ് മിസൈലുകളിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ അതിന് സാധിക്കില്ല. വിമാനത്തിന് നേരെ ഒരേ സമയം 10-20 മിസൈലുകൾ ഒന്നിച്ച് അയച്ചാൽ പ്രതിരോധ സംവിധാനത്തിന് അത് തടയാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഇങ്ങനെ മിസൈൽ അയക്കാനുള്ള ശേഷി ഇറാനുണ്ട് എന്നുള്ള കാര്യവും ഓർമ്മിക്കണം. അതുമല്ലാതെ 2019 അമേരിക്കയുടെ അതീവ സുരക്ഷിതവും അത്യാധുനികവുമായ ഗ്ലോബൽ ഹോക്ക് ഡ്രോണിനെ ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ സംവിധാനം വെടിവെച്ചിട്ടിരുന്നു. ഇറാന്റെ റഡാർ മിസൈൽ ശേഷി അമേരിക്ക വിചാരിച്ചതിലും ശക്തമാണ്, അപ്പുറമാണ് എന്ന് അന്ന് തന്നെ അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടതുമാണ്. ഇതെല്ലാം ട്രംപിന്റെ സുരക്ഷ നോക്കുന്ന സീക്രട്ട് സർവീസ് കണക്കിലെടുത്തു എന്നാണ് എയർഫോഴ്സ് രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഖത്തർ സമ്മാനം കൊടുത്ത അത്യാധുനിക വിമാനം ഒഴിവാക്കി ട്രംപ് പഴയ എയർഫോഴ്സ് വണ്ണിലേക്ക് കയറി എന്നുള്ള കാര്യം നോക്കിയാൽ അതിന് കാരണം പുതിയ എയർഫോഴ്സ് വണ്ണിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവാണ്. ശീതയുദ്ധത്തിൻ്റെ അവസാന കാലത്ത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് എയർഫോഴ്സ് വൺ വിമാനങ്ങൾ. ആണവ സ്ഫോടനങ്ങളുടെ പ്രത്യാഘാതങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ള വിമാനങ്ങളാണ് ഇതെന്നാണ് അവകാശവാദം. അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ വരെ ഈ വിമാനത്തിലുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനവുമുണ്ട്. എന്നാൽ ഖത്തർ സമ്മാനം കൊടുത്ത വിമാനം വളരെ വേഗത്തിൽ പ്രസിഡൻഷ്യൽ വിമാനമാക്കി മാറ്റിയതുകൊണ്ട്, അതായത് എയർഫോഴ്സ് വൺ ആക്കി മാറ്റിയത് കൊണ്ട് പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ചില പ്രധാന അപ്ഗ്രേഡുകൾ മാത്രമാണ് ഇതിൽ മുൻഗണന നൽകി കൊടുത്തത് എന്നാണ് അമേരിക്കൻ എയർഫോഴ്സ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പുതിയ വിമാനത്തിൻ്റെ സുരക്ഷയിലോ ആശയവിനിമയ സംവിധാനങ്ങളിലോ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്ന് അമേരിക്കൻ എയർഫോഴ്സ് വാദിക്കുമ്പോഴും എയർഫോഴ്സ് വണ്ണിനായി സ്ഥിരമായി നിശ്ചയിച്ചിട്ടുള്ള പല സങ്കീർണമായ എഞ്ചിനീയറിംഗ് മാറ്റങ്ങളും ഈ ഖത്തർ കൊടുത്ത ഈ വിമാനത്തിൽ വരുത്താതെയാണ് എയർഫോഴ്സ് വൺ ആക്കി മാറ്റിയത് എന്നുള്ള സ്ഥിരീകരണമാണ് അത് നൽകുന്നത്. എന്നുവെച്ചാൽ ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെ വഴിതിരിച്ചുവിടുന്ന ലേസർ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനം ഈ പുതിയ വിമാനത്തിൽ പൂർണ്ണമല്ല. ഇറാന്റെ അത്യാധുനിക ഡ്രോണുകളെയും മിസൈലുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിഷ്ക്രിയമാക്കാനുള്ള കൗണ്ടർ മെഷേഴ്സ് സംവിധാനങ്ങൾ പുതിയ വിമാനത്തിൽ പരീക്ഷണ ഘട്ടത്തിലായിരുന്നു. അതായത് പൂർണ്ണ പ്രവർത്തന യോഗ്യമല്ലായിരുന്നു. വിമാനത്തിന് നേരെ വരുന്ന മിസൈലുകളുടെ ലക്ഷ്യം തെറ്റിക്കാൻ പ്രയോഗിക്കുന്ന ഫ്ലയറുകൾ പുറപ്പെടുവിക്കുന്ന സംവിധാനം പുതിയ വിമാനത്തിൽ കുറവായിരുന്നു. ആണവ ആക്രമണങ്ങളിൽ നിന്നുണ്ടാകുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി പുതിയ വിമാനത്തിൽ കുറവായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ ട്രംപ് തന്നെയാണ് പഴയ വിമാനം യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് എന്നാണ് വിവരം. അതായത് ഇറാനെ അത്രത്തോളം ട്രംപും സുരക്ഷാ ഏജൻസികളും ഭയന്നു എന്ന് തന്നെയാണ് ഈ വിവരങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പഴയ എയർഫോഴ്സ് വണ്ണിൽ കയറിയിട്ടും സുരക്ഷാ ഭീഷണി ഒഴിഞ്ഞിട്ടില്ല എന്ന് ട്രംപിനും അറിയാമായിരുന്നു എന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം വിമാനം പറന്നുയർന്നപ്പോൾ ജനൽ ഗ്ലാസുകളുടെ ഷെയ്ഡുകൾ താഴ്ത്തിയിടാൻ അതിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു. ഇതിനെക്കുറിച്ച് വിമാനത്തിൽ വെച്ച് തന്നെ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇറാനിലെ ചില തെമ്മാടികൾ കാരണം ഇതൊരു അപകടം പിടിച്ച ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്ന് ട്രംപ് തന്നെ സമ്മതിക്കുകയുണ്ടായി. അതേ ട്രംപാണ് പിന്നീട് അതിന് മറ്റൊരു ന്യായീകരണം ചമച്ച് സോഷ്യൽ മീഡിയയിലും പോസ്റ്റിടുകയും പ്രതികരണം നടത്തുകയും ചെയ്തത്. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് വിദേശ രാജ്യം നൽകിയ ആഡംബര വിമാനം പ്രസിഡന്റിന്റെ ഔദ്യോഗിക യാത്രാ വിമാനമാക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഖത്തർ അമീർ സമ്മാനിച്ച ഏകദേശം 3300 കോടി വിലമതിക്കുന്ന വിമാനം സ്വീകരിച്ചതുവഴി അമേരിക്കൻ വിദേശ നയങ്ങളിൽ ഖത്തർ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിമർശനം ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനിലെ ഒരു വിഭാഗവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം സൗജന്യമായി കിട്ടിയ വിമാനമാണ് ഇതെന്നാണ് ട്രംപിൻ്റെ വിശദീകരണം. പക്ഷേ വിമാനത്തെ പ്രസിഡൻഷ്യൽ സുരക്ഷാ മാനദണ്ഡത്തിലേക്ക് മാറ്റാൻ എയർഫോഴ്സിന് $400 മില്യൺ വരെ ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്നാൽ മുഴുവനായി പ്രസിഡൻഷ്യൽ മാനദണ്ഡത്തിലേക്ക് ഈ വിമാനത്തെ മാറ്റിയതുമില്ല. കാരണം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി സജ്ജീകരിക്കാൻ $1 ബില്യൺ വേണ്ടിവരും എന്നതാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും പ്രസിഡൻഷ്യൽ മാനദണ്ഡത്തിലേക്ക് ഈ വിമാനം മാറ്റിയിട്ടില്ല. ഈ വിമാനം ദീർഘകാലം ഖത്തർ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്നതാണ്. അതിനാൽ രഹസ്യമായ ചാര ഉപകരണങ്ങളോ മറ്റോ ഈ വിമാനത്തിൽ ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വിവരം. മാത്രമല്ല വിമാനം നിർമ്മിച്ചിരിക്കുന്നത് ആഡംബരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ സാധിക്കില്ല എന്നുള്ള വിമർശനവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ പേടിച്ച് ട്രംപിന് വിമാനം മാറേണ്ടി വന്നത്.
അതും പോരാഞ്ഞ് എയർഫോഴ്സ് വണ്ണിൻ്റെ നിറമല്ല, സാധാരണ എയർഫോഴ്സ് വണ്ണിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഇളം നീല നിറമല്ല ഈ വിമാനത്തിന് നൽകിയിരിക്കുന്നത്. ട്രംപിൻ്റെ താല്പര്യപ്രകാരം കടും നീലയും ചുവപ്പും സ്വർണ്ണ നിറവും ഒക്കെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം, ഇപ്പോൾ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം വിമാനം മാറി യാത്ര ചെയ്യേണ്ടി വന്ന ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇടക്കാല തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഡെമോക്രാറ്റുകൾ, അതായത് ട്രംപിൻ്റെ എതിരാളികൾ, അത് വീണ്ടും ചർച്ചയാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നോർത്ത് ഡക്കോട്ടയിലേക്കായിരുന്നു ഖത്തറി എയർഫോഴ്സ് വണ്ണിലുള്ള ട്രംപിൻ്റെ ആദ്യ യാത്ര. അതിനിടയ്ക്കാണ് വിമാനത്തിൻ്റെ സുരക്ഷാ വീഴ്ച വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതായത് വിമാനം എടുത്തിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ, അതിനു മുമ്പ് ഇതിൻ്റെ സുരക്ഷാ വീഴ്ച വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിന് കാരണം ഇറാനുമാണ്. എന്നാൽ ബോയിങ് കമ്പനി നിർമ്മിക്കുന്ന ഔദ്യോഗിക എയർഫോഴ്സ് വൺ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ താമസം നേരിടുന്നത് കൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് ഈ ഖത്തറി വിമാനം ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നാണ് പെൻറ്റഗൺ വിശദീകരിക്കുന്നത്. പുതിയ വിമാനം വന്നാൽ ഖത്തറി വിമാനം പിന്നീട് ഉപയോഗിക്കില്ല എന്നും പെൻറ്റഗൺ വിശദീകരിക്കുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ ഇറാനിൽ നിന്നൊരു ഭീഷണി വന്നു, അതുകൊണ്ട് വിമാനം മാറേണ്ടി വന്ന ഒരു പുതിയ സാഹചര്യത്തിൽ ഇനി അമേരിക്കയ്ക്ക് പുറത്തേക്ക് ട്രംപ് പോകുമ്പോൾ ഈ ഖത്തറി വിമാനം ഉപയോഗിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ട്രംപിൻ്റെ സുരക്ഷ നോക്കുന്ന സീക്രട്ട് സർവീസ് എത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാനെ അത്രയധികം പേടിച്ച് ട്രംപ് നടത്തിയ ഒളിച്ചുള്ള യാത്ര അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് വെറും ഗൂഢാലോചനയാണ് എന്നാണ് ഇറാൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ട്രംപ് തങ്ങളുടെ മിസൈൽ പരിധിയിൽ ഉണ്ടായിരുന്നു, അത് സത്യമാണ്. പക്ഷേ ട്രംപിനെ പോലെ തങ്ങൾക്ക് രഹസ്യ പദ്ധതികളൊന്നുമില്ല എന്നും പരസ്യമായ പദ്ധതികളെ ഉള്ളൂ എന്നുമാണ് ഇറാൻ്റെ പരിഹാസം. ട്രംപിൻ്റെ ഈ നീക്കം വെറുമൊരു സുരക്ഷാ മുൻകരുതലാണോ അതോ ഭയമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. മറ്റൊരു സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.